രാവിലെ കഴിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോളിസം ആക്റ്റീവ് ആക്കാനും ഭക്ഷണത്തിനോടുള്ള ക്രേവിംഗ് കുറയ്ക്കാനും ഫാറ്റ് ബേൺ ചെയ്യാനും സാധിച്ചാലോ അത് നല്ലതായിരിക്കും അല്ലേ. കുറേ പേര് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഡയറ്റ് എടുക്കുന്നുണ്ട്, എന്നാലും വെയിറ്റ് കുറയുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പലപ്പോഴും അതിന്റെ കാരണം നമ്മുടെ മെറ്റബോളിസം സ്ലോ ആവുന്നത് കൊണ്ടായിരിക്കാം. മെറ്റബോളിസം സ്ലോ ആവുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എനർജിയായി മാറാതെ കൊഴുപ്പായി ശരീരത്തിൽ ശേഖരിച്ചു വെക്കാൻ തുടങ്ങും. അങ്ങനെ വണ്ണം കൂടും. ദിവസവും കാലറി ബേൺ ചെയ്യുന്ന തോത് കുറയും. അപ്പോൾ ഡയറ്റ് ചെയ്താലും എക്സസൈസ് ചെയ്താലും ഒന്നും ഫലം കിട്ടാതെ പോകും. അതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ളതും പവർഫുൾ ആയിട്ടുള്ളതുമായ ഒരു മോർണിംഗ് ഡ്രിങ്ക് ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. ആദ്യം നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് മനസ്സിലാക്കാം. ആദ്യത്തെ ചേരുവ ഉലുവയാണ്. ഉലുവയിൽ ധാരാളം സോലുബിൾ ഫൈബേഴ്സ് ഉണ്ട്. പ്രമേഹമൊക്കെ നിയന്ത്രിക്കാൻ ഈ ഉലുവ നല്ലതാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നുണ്ട്. ദഹനം മെച്ചപ്പെടുത്താനും മെറ്റബോളിസം ആക്റ്റീവ് ആക്കാനും ഈ ഉലുവ സഹായിക്കും. ഷുഗറൊക്കെ ഉള്ളവർ രാത്രി ഉലുവ വെള്ളത്തിൽ ഇട്ട് വെച്ച് രാവിലെ ആ ഉലുവയോടെ ആ വെള്ളം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ആപ്പിൾ സിഡർ വിനെഗർ ആണ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അതിലുള്ള അസറ്റിക് ആസിഡ് ശരീരത്തിലെ കൊഴുപ്പ് സംഭരിച്ചു വെക്കുന്നത് കുറയ്ക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി അത് മെച്ചപ്പെടുത്തും. അതായത് നമ്മുടെ ശരീരത്തിലെ പഞ്ചസാര എനർജി ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും, അല്ലാതെ കൊഴുപ്പായി എടുത്തു വെക്കില്ല. അപ്പോൾ ഇത് കഴിക്കുന്നതിലൂടെ നമ്മുടെ വണ്ണം കുറയും. പക്ഷെ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ടീസ്പൂൺ മാത്രം ചേർത്ത് കഴിക്കുക, അധികമായിട്ട് കഴിക്കരുത്. അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കറുവപ്പട്ടയാണ്. അത് ബ്ലഡ് ഷുഗറിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. നമുക്ക് മധുരമൊക്കെ കാണുമ്പോൾ അത് കഴിക്കണമെന്ന് തോന്നുന്നില്ലേ? ആ ക്രേവിംഗ് ഒക്കെ കുറയ്ക്കാൻ ഈ കറുവപ്പട്ട സഹായിക്കുന്നുണ്ട്. ഈ കറുവപ്പട്ടയ്ക്ക് തെർമോജെനിസിസ് എന്ന പ്രവർത്തനമുണ്ട്. അതായത് ശരീരം കാലറി കൂടുതലായിട്ട് ബേൺ ചെയ്യാൻ തുടങ്ങും. കൂടാതെ നമ്മൾ ഇത് ഡ്രിങ്കിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് ആ ഡ്രിങ്കിന് നല്ലൊരു മണവും രുചിയും ഒക്കെ കൊടുക്കും. ഈ കറുവപ്പട്ടയിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ശരീരത്തിനെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം രാത്രി തന്നെ ഒരു ടീസ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് വെക്കുക. രാവിലെ അത് അരിച്ചെടുത്ത വെള്ളമെടുക്കുക. ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ അതിലേക്ക് ചേർക്കുക. ഒരു നുള്ള് കറുവപ്പട്ടയുടെ പൊടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് രാവിലെ നമുക്കത് കുടിക്കാൻ പറ്റും. അത് കുടിച്ച ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതി. ഈ മോർണിംഗ് ഡ്രിങ്ക് നമ്മുടെ ക്രേവിങ്സിനെ കുറയ്ക്കും, മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ ഹോർമോൺസിനെ അത് ബാലൻസ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കും. ഇത് നിങ്ങളെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കും. ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഗർഭിണികളും ഷുഗർ കുറയ്ക്കാൻ മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും, പ്രമേഹമുള്ളവരൊക്കെ ഉണ്ടാവും. അവരുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് കുടിക്കാൻ പാടുള്ളൂ. ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ എല്ലാ ദിവസവും വേണ്ട, ഒരു ദിവസം ഇടവിട്ട് കുടിച്ചു തുടങ്ങാം. എന്നിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ഇത് നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പായതിനു ശേഷം കണ്ടിന്യൂ ചെയ്യുക. ഇത് നിങ്ങൾക്ക് 1 മന്ത് കഴിക്കാൻ പറ്റും. ഈ ഹെൽത്തി ഡ്രിങ്ക് കുടിക്കുന്നതിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കണം. പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. മൈദയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും ഒഴിവാക്കുക. നമ്മൾ നിത്യേന ഒരുപാട് ജങ്ക് ഫുഡുകളൊക്കെ കഴിക്കുന്നുണ്ട്. അതിൽ ധാരാളം പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും, കെമിക്കൽസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെത്തും. അപ്പൊ ഇതൊക്കെ മെറ്റബോളിസം കുറയ്ക്കാൻ കാരണമാകും. അപ്പോൾ ഇവയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ഹെൽത്ത് ഡ്രിങ്ക് കഴിക്കുക. ഇത് കഴിച്ചവർ നിങ്ങളുടെ റിസൾട്ടുകൾ തീർച്ചയായും കമന്റിൽ ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവരുടെ അറിവിലേക്കായി വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായും കമന്റിൽ അറിയിക്കുക. Live better, feel better. Thank you.